4 ആഴ്ച കൊണ്ട് കിലോ ടൺ കണക്കിന് ബോംബുകൾ ഇട്ട രാജ്യത്തെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ. പശ്ചിമേഷ്യയിൽ ആകെ അശാന്തി ഉണ്ടാക്കുകയും ഇറാൻ്റെ മിസൈലുകൾ അങ്ങോട്ട് പ്രവഹിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചില കഥകൾ കൂടി കേൾക്കുന്നുണ്ട്. എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കുന്നതിലും ഗ്യാസ് കമ്പനികൾക്ക് നടക്കുന്ന സ്ഫോടനങ്ങൾക്കും പിന്നിൽ മൊസാദിൻ്റെ ഏജൻറ്റുകളാണെന്ന് പറഞ്ഞ കഥകളും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഓർക്കസ്ട്രേറ്റഡ് പ്ലാൻ്റെ ഭാഗമായി നിൽക്കുകയും JC രാജ്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിന് മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറി നിൽക്കുകയുമാണ്. ഈ ഖമനയുടെ മരണത്തെ അപലപിക്കാത്ത രാജ്യങ്ങളുണ്ട്. ഈ GCCക്കകത്ത് UAE മുതലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വേറെന്തോ ഒരു ഗ്രാൻഡ് പ്ലാനാണ്. ആ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായി നിന്ന് ബാക്കി എല്ലാവരും കൂടെ വന്ന് കളിക്കാൻ വിധിക്കപ്പെടുകയാണ്. ഇറാൻ നന്നാകണമെന്ന ലക്ഷ്യമില്ലാതെ ഇറാനെ തീർക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമാണ് പ്ലാൻ. അല്ലാതെ അമേരിക്ക മണ്ടന്മാരാണെന്നും അമേരിക്കയുടെ പദ്ധതികൾ നടപ്പിലാകുമെന്നും എന്നും കരുതണ്ട. അമേരിക്ക അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. ഇറാൻ തീരുക, പിന്നെ എതിർ ശബ്ദങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് മുമ്പിൽ കൊമ്പിട്ട് നിൽക്കുന്ന, ഇസ്രായേലുമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരാറുകൾ ഒപ്പിടുന്ന, അങ്ങനെ എല്ലാ എതിരുകളും ഇല്ലാതാകുന്ന ഒരു പുതിയ കാലത്തിലേക്കുള്ള അവസാനത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇതുകൂടെ തീർന്നാൽ പിന്നെ ഇസ്രായേലിന് മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ പശ്ചിമേഷ്യക്കകത്തുള്ള മറ്റ് ചില തർക്കവിതർക്കങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നേക്കാം. രാജ്യങ്ങൾ തമ്മിൽ തർക്കം. പക്ഷേ അതിനൊക്കെ മുകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വലിയ ഒരു ശക്തി, ഒരു പവറായിട്ട് വരും. ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി പല രാജ്യങ്ങളിലെയും മിലീഷ്യകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, ഇതെല്ലാം ഈ ഒറ്റയടിക്ക് തീരും. അത് ഹൂത്തികളായാലും അതുപോലെ തന്നെ ഹമാസ് ആയാലും ബാക്കിയുള്ള സിറിയയിലെ മിലീഷ്യകളായാലും ഇവർക്കുള്ള സപ്ലൈ ചെയിനോടെ കട്ടായാൽ പിന്നെ ആരാ പ്രശ്നം? ഈ മേഖലയിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ആരുമില്ല. അതാണ് പ്ലാൻ. ആ പ്ലാൻ ഒരു 4 ആഴ്ച കൊണ്ട് ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ആദ്യമേ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. 2 ദിവസം കൊണ്ട് തീർക്കാനല്ല. 2 ദിവസം തീർക്കാനാണെങ്കിൽ ഖമനേനിയെ വധിച്ചു തിരിച്ചു പോകാം. അതല്ല. 4 ആഴ്ച കൊണ്ട് രാജ്യത്ത് പുതിയ ഭരണകൂടം വരുമോ? അതുമില്ല. പക്ഷേ ഈ 4 ആഴ്ചയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 4 ആഴ്ച കൊണ്ട് കിലോ ടൺ കണക്കിന് ബോംബുകൾ ഇട്ട രാജ്യത്തെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ.